ഹായ് ഓൾ, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ആദ്യത്തെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്തതിന് ശേഷം എന്തുകൊണ്ടാണ് ഇത്രയും ലാഗ് വന്നതെന്ന് കുറച്ച് പേര് എന്നോട് ചോദിക്കുകയുണ്ടായി. യൂട്യൂബ് എന്ന ഒരു ഫീൽഡിൽ പെട്ടെന്ന് തന്നെ വ്യൂസ് ലഭിക്കാൻ സാധിക്കില്ല. വളരെ സ്ലോ ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് മാത്രം പ്രതീക്ഷിക്കേണ്ട ഒരു ഫീൽഡാണ് യൂട്യൂബ് എന്ന ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ സ്വാഭാവികമായും ആദ്യത്തെ ഒരു വീഡിയോ ഷെയർ ചെയ്തതിന് ശേഷം കിട്ടിയ റെസ്പോൺസിൽ നിന്നാണ് അടുത്തൊരു വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു എനർജി ലഭിക്കുന്നത്. നിങ്ങൾ കാണുന്ന ആളുകൾ പരമാവധി എല്ലാവരുമായി ഇത് ഷെയർ ചെയ്യണം. ആർക്കും ദോഷമുണ്ടാക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ കുറച്ച് സമയം നമ്മൾക്ക് ദൈവത്തിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ ഷെയർ ചെയ്യണം ഇത് കേട്ടോ. ഞാൻ ഇനിയും ഈ യൂട്യൂബ് വീഡിയോകൾ ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്തുകൊണ്ട് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ റൈസ് ആയിരുന്നു കഴിഞ്ഞ ഒരു ആഴ്ചയിൽ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടിയൊരു വചനം എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. വളരെ വലിയൊരു കോയിൻസിഡൻസ് ആയിട്ട് എനിക്ക് തോന്നി. കാര്യം ഞാൻ പ്രാർത്ഥിച്ച കാര്യം തന്നെ എനിക്ക് വചനമായി ലഭിച്ചപ്പോൾ നിങ്ങളും ഡീപ്പായിട്ട് പ്രാർത്ഥിച്ച് വചനം വായിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരം നിങ്ങൾക്ക് ദൈവവചന പുസ്തകത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദൈവത്തിൽ പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന ഭാഗം ആക്ട്സ് ചാപ്റ്റർ 4 വേഴ്സസ് 23-31 അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്നാണ് നമ്മളിന്ന് വായിക്കാൻ പോകുന്നത്. ദ ബിലീവേഴ്സ് പ്രേ ഫോർ ബോൾഡ്നെസ്. ആഫ്റ്റർ ദേ വെർ റിലീസ്ഡ്, they went to their friends and reported what the chief priest and the elders had said to them. When they heard it, they raised their voices together to God and said, Sovereign Lord, who made the heaven and the earth, the sea and everything in them, it is you who said by the Holy Spirit, through our ancestor David, your servant, why did the Gentiles rage and the peoples imagine vain things? The kings of the earth took their stand, and the rulers have gathered together against the Lord and against his Messiah. For in this city, in fact, both Herod and Pontius Pilatus, with the Gentiles and the peoples of Israel, gathered together against your holy servant Jesus, whom you anointed, to do whatever your hand and your plan had predestined to take place. And now, Lord, look at their threats and grant to your servants to speak your word with all boldness, while you stretch out your hand to heal, and signs and wonders are performed through the name of your holy servant Jesus. When they had prayed, the place in which they were gathered together was shaken, and they were all filled with the Holy Spirit and spoke the word of God with boldness. ഇതിൻ്റെ മലയാളം ഭാഗം കൂടെ നമുക്കൊന്ന് വായിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 23 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. വിശ്വാസികൾ ധൈര്യത്തിനായി പ്രാർത്ഥിക്കുന്നു. മോചിതരായ അവർ സ്വസമൂഹത്തിലെത്തി പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു. അത് കേട്ടപ്പോൾ അവർ ഏകമനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു, നാഥ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സമുദ്രത്തിൻ്റെയും അവയിലുള്ള സകലത്തിൻ്റെയും സൃഷ്ടാവേ, ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ ദാവീദിൻ്റെ അധരത്തിലൂടെ പരിശുദ്ധാത്മാവ് മുഖേന അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തിട്ടുണ്ടല്ലോ. വിജാതിയർ രോഷാകുലരായതെന്തിന്? ജനങ്ങൾ വ്യർത്ഥമായ കാര്യങ്ങൾ വിഭാവനം ചെയ്തതും എന്തിന്? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധികാരികൾ ഒരുമിച്ച് കൂടുകയും ചെയ്തു. അവിടുന്ന് അഭിഷേകം ചെയ്ത അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിനെതിരെ ഹെറോദേസും പന്തിയോസ് പിലാത്തോസും വിജാതീയരോടും ഇസ്രായേൽ ജനങ്ങളോടുമൊപ്പം സത്യമായും ഈ നഗരത്തിൽ ഒരുമിച്ചുകൂടി. അവിടുത്തെ ശക്തിയും ഹിതവും അനുസരിച്ച് നിശ്ചയിച്ചിരുന്ന കാര്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയാണ് അവർ ഇപ്രകാരം ചെയ്തത്.
അതിനാൽ കർത്താവെ, അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാനും ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഈ ഭാഗത്തിൻ്റെ ഈ ലാസ്റ്റ് പോർഷനിലേക്കാണ് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ പ്രാർത്ഥിച്ചത് ഇനിയും ദൈവവചനം ഷെയർ ചെയ്യുന്ന വീഡിയോകൾ ചെയ്യണമോ വേണ്ടയോ എന്നുള്ളതായിരുന്നു. ദൈവം എനിക്ക് അതിന് വേണ്ടുന്നൊരു ഉത്തരം ഇതിൻ്റെ ഈ ഭാഗത്തിൽ നിന്നാണ് എനിക്ക് തന്നത്. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ദൈവം എനിക്ക് ഉത്തരമായി തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. When they had prayed, the place in which they were gathered together was shaken, and they were all filled with the Holy Spirit, and spoke the word of God with boldness. പ്രേ ചെയ്തപ്പോഴാണ് അവർ സമ്മേളിച്ചിരുന്ന സ്ഥലങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി. അവർക്ക് ദൈവവചനം പ്രഘോഷിക്കാനായിട്ടുള്ള ബോൾഡ്നെസ്, ധൈര്യം പരിശുദ്ധാത്മാവാണ് അവർക്ക് വിഭാവനം ചെയ്തത്. അതിനാൽ തന്നെ എന്നോടും നിങ്ങളോടും ദൈവം ആഹ്വാനം ചെയ്യുന്നത് ഇതുതന്നെയാണ്. പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളെ നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതുവഴി ദൈവവചനം നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾക്ക് ലോകരുമായി ഷെയർ ചെയ്യുവാനായിട്ടുള്ള ഒരു ശക്തിക്കായിട്ട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് അതിന് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കേട്ടോ. അത് എനിക്ക് കൂടുതൽ വീഡിയോകൾ ചെയ്യുവാനായിട്ടുള്ള മോട്ടിവേഷൻ അതുവഴി എനിക്ക് ലഭിക്കും. ദൈവവചനം ശ്രവിക്കുന്ന വഴി നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയായി കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.